ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് തുടരുന്നു. മത്സരരംഗത്ത് 2 സ്ഥാനാർത്ഥികൾ. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര വൈകിട്ട് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് നിന്ന് ആരംഭിക്കും. ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി രോഗമുക്തി നേടി. ജില്ലയിൽ അതീവ ജാഗ്രത. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന. ഗ്രാമിന് 10,000 രൂപ കടന്നു. വാർത്തകൾ വിശദമായി. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ 10 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കും. NDA സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനും INDIA സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയുമാണ് മത്സരരംഗത്ത്. ഇരു സഭകളിലും നിന്നുള്ള 781 അംഗങ്ങളുടെ ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തി. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അശ്വിനി വൈഷ്ണവ്, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവരും വോട്ട് രേഖപ്പെടുത്തി. പ്രളയം നാശം വിതച്ച പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലെയും ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന അദ്ദേഹം വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണവും നടത്തും. ഇന്ന് ഉച്ചകഴിഞ്ഞ് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലെത്തുന്ന പ്രധാനമന്ത്രി ദുരന്ത ബാധിതരുമായും NDRF, SDRF, ആപ്ത മിത്ര ഉദ്യോഗസ്ഥരുമായും സംവദിക്കും. തുടർന്ന് വൈകിട്ടോടെ പഞ്ചാബിലെ ഗുരുദാസ്പൂരിലെത്തുന്ന ശ്രീ മോദി മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. അതിരൂക്ഷമായ പ്രളയക്കെടുതികളിൽ പഞ്ചാബിൽ 48 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 2000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നായി 4 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം വെള്ളയമ്പലത്ത് നിന്ന് ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും. മാനവീയം വീഥിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. വാദ്യോപകരണമായ കൊമ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മുഖ്യ കലാകാരനെ കൈമാറിക്കൊണ്ട് സാംസ്കാരിക ഘോഷയാത്രയുടെ താളമേളങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് വിവിധ വകുപ്പുകൾ തയ്യാറാക്കുന്ന 60ഓളം ഫ്ലോട്ടുകളാണ് ഘോഷയാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ ഗ്രാമീണ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ ഒത്തുചേരും. ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഘോഷയാത്ര വീക്ഷിക്കും. കൂടാതെ വിദേശ വിനോദസഞ്ചാരികൾക്ക് ഘോഷയാത്ര വീക്ഷിക്കുന്നതിനായി VVIP പവലിയന് സമീപമായി പ്രത്യേക പവലിയനുമുണ്ട്. ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. A-B ബാച്ചുകളിലായി 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ഇന്നു രാവിലെ 9 പാർത്ഥസാരഥി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് തെളിച്ച ഭദ്രദീപം ഘോഷയാത്രയായി ഫിനിഷിംഗ് പോയിന്റായ സത്രക്കടവിൽ എത്തിച്ചതോടെയാണ് ഈ വർഷത്തെ ഉത്രട്ടാതി ജലമേളയുടെ ചടങ്ങുകൾ ആരംഭിച്ചത്. ആറന്മുളയിലെ 52 പള്ളിയോടക്കരകളിൽ നിന്നുള്ള 51 പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിലും 50 പള്ളിയോടങ്ങൾ മത്സര വള്ളംകളിയിലും പങ്കെടുക്കും. ഉച്ചയ്ക്ക് 1:30 ജലഘോഷയാത്രയും 3 മണിയോടെ മത്സര വള്ളംകളിയും ആരംഭിക്കും. വള്ളംകളിയുടെ തുടക്കവും ഫിനിഷിംഗും ഡിജിറ്റൽ സംവിധാനത്തിലാണ് കണക്കാക്കുന്നത്. പുറമേ നിന്നുള്ള തുഴച്ചിലുകാരെ ഇറക്കുന്നത് ഒഴിവാക്കാൻ മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പള്ളിയോടങ്ങളിലെ തുഴച്ചിൽക്കാരുടെ വീഡിയോ പകർത്തും. ദേശീയപാതയുടെ പ്രവൃത്തി പുരോഗതി വിലയിരുത്തുന്നതിനായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സന്ദർശനം ആരംഭിച്ചു. വെങ്ങളത്ത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിച്ചു. അഴിയൂർ വരെയാണ് സന്ദർശനം നടക്കുക. കൊയിലാണ്ടി ബൈപ്പാസിലെ കുഞ്ഞോറമല പുത്തലത്തുകുന്ന് ഭാഗത്ത് ജില്ലാ കളക്ടർ സന്ദർശിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 6 ജില്ലകളിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുള്ളത്.
അതേസമയം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബീഹാർ, ഝാർഖണ്ഡ്, തമിഴ്നാട്, പുതുച്ചേരി, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി രോഗമുക്തി നേടി. താമരശ്ശേരി സ്വദേശിയായ 7 വയസ്സുകാരനാണ് രോഗം ഭേദമായി ആശുപത്രി വിട്ടത്. നിരീക്ഷണത്തിലായിരുന്ന മറ്റൊരു കുട്ടിയെയും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. നിലവിൽ 2 മലപ്പുറം സ്വദേശികളായ കുട്ടികളാണ് ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കിണർ വെള്ളത്തിൽ നിന്ന് പോലും രോഗം പകരാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ സ്വകാര്യ പൊതു കിണറുകളും ക്ലോറിനേറ്റ് ചെയ്തും വാട്ടർ ടാങ്കുകൾ കഴുകിയും ശുദ്ധീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ. 7.28 കോടി IT റിട്ടേണുകളാണ് ഇതിനകം ഫയൽ ചെയ്തിരിക്കുന്നത്. വൈകിയുള്ള റിട്ടേൺ സമർപ്പണത്തിന് പിഴ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒക്ടോബർ വരെ അവസരമുണ്ടെന്ന സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം വ്യാജമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക സെപ്റ്റംബർ 2 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക വീണ്ടും പുതുക്കുന്നതിനുള്ള തീരുമാനം കമ്മീഷൻ ഇതുവരെ എടുത്തിട്ടില്ല. വോട്ടർ പട്ടിക പുതുക്കൽ തീരുമാനമുണ്ടാവുകയാണെങ്കിൽ അക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. സ്വർണ്ണവില ഗ്രാമിന് 10,000 രൂപ കടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. കേരളത്തിലെ സ്വർണ്ണവില ഇതാദ്യമായി ഗ്രാമിന് 10,000 രൂപ കടന്നു. തിങ്കളാഴ്ചത്തേതിനെ അപേക്ഷിച്ച് 125 രൂപ വർദ്ധിച്ച് 1 ഗ്രാം സ്വർണത്തിന്റെ വില 10,110 രൂപയിലാണ് ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളത്. പവന് 1000 രൂപ കൂടി 80,880 രൂപയിലും എത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ കുറയുകയും ഉച്ചയ്ക്ക് ശേഷം 50 രൂപ കൂടുകയുമാണ് ഉണ്ടായത്. 24 ക്യാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക് 1,15 ലക്ഷം രൂപയായിട്ടുണ്ട്. 2002 ഡിസംബർ 29 ഗ്രാമിന് 5,005 രൂപയും പവന് 40,040 രൂപയുമായിരുന്നു. വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുള്ള ദീപശിഖ പ്രയാണത്തോടെ CPI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് ആലപ്പുഴയിൽ തുടക്കമാകും. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പ്രതിനിധി സമ്മേളനം നാളെ മുതൽ കളർകോട് നടക്കും. നാളെ രാവിലെ CPI ജനറൽ സെക്രട്ടറി D. രാജ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. GST നിരക്കിൽ വരുത്തുന്ന മാറ്റം രാജ്യത്തെ കായിക മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകും. പുതിയ നിരക്കിൽ കയ്യുറകൾ, സ്പോർട്സ് കിറ്റുകൾ തുടങ്ങിയ സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെ GST 12% നിന്ന് 5% കുറച്ചു. ട്രൈസൈക്കിളുകൾ, സ്കൂട്ടറുകൾ, പെഡൽ കാറുകൾ ഉൾപ്പെടെയുള്ള കളിപ്പാട്ടങ്ങൾ, ചെസ്, കാരംസ്, ലുഡോ തുടങ്ങിയ ബോർഡ് ഗെയിമുകൾ എന്നിവയുടെ നികുതിയിലും ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കായിക ഉപകരണങ്ങൾ താങ്ങാവുന്ന വിലയിൽ ലഭ്യമാകും. കായിക മേഖലയിൽ കൂടുതൽ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനം സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ 1ാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷന് തുടക്കമായി. ഈ മാസം അവസാനത്തോടെ ജില്ലയിൽ 1ാം വിള കൊയ്ത്തും സജീവമാകും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. തുറന്നു നൽകിയ സപ്ലൈകോയുടെ വെബ്സൈറ്റ് വഴി കൃത്യമായ വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ നടത്താം. ആദ്യം കൊയ്ത്താകുന്ന പാടശേഖരങ്ങളിലെ കർഷകർ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. 1,00,000-ലധികം കർഷകർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1,00,000 മെട്രിക് ടൺ നെല്ല് സംഭരണമാണ് സപ്ലൈകോ ലക്ഷ്യമിടുന്നത്. ജില്ലയിൽ അടുത്ത ആഴ്ചയോടെ കൊയ്ത്ത് ആരംഭിക്കും. ഇതിനനുസരിച്ച് സംഭരണവും തുടങ്ങാനാണ് പദ്ധതി. അതേസമയം നെല്ലിന്റെ സംഭരണ വില വിതരണം വൈകുന്നതിൽ കർഷകർക്ക് ആശങ്കയും ഉണ്ട്. ഇളമണ്ണൂർ വാതല്ലൂർ വി ചാക്കോ നിര്യാതനായി. ആകാശവാണി ബംഗളൂരു ഡെപ്യൂട്ടി ഡയറക്ടർ റോയ് ചാക്കോ മകനാണ്. സംസ്കാരം വെള്ളിയാഴ്ച ഇളമണ്ണൂരിൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 151 പോയിന്റ് നേട്ടത്തിൽ 80,939ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 46 പോയിന്റ് നേട്ടത്തിൽ 24,819ലും വ്യാപാരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് തുടരുന്നു. മത്സരരംഗത്ത് 2 സ്ഥാനാർത്ഥികൾ. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര വൈകിട്ട് തിരുവനന്തപുരം വെള്ളയമ്പലത്ത് നിന്ന് ആരംഭിക്കും. ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി രോഗമുക്തി നേടി. ജില്ലയിൽ അതീവ ജാഗ്രത.
സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന, ഗ്രാമിന് 10,000 രൂപ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.